വിവാദമായ ശബരിമലയിലെ കൊടിമരം മാറ്റാൻ തീരുമാനിച്ചത് UDF നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് എന്നതിന് തെളിവുകൾ. കൊടിമരം മാറ്റാൻ തീരുമാനമെടുത്തത് MV ഗോവിന്ദൻ നായരുടെ കാലത്തും മാറ്റിയത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലത്തുമാണെന്നുമുള്ള രേഖകളാണ് റിപ്പോർട്ടിന് ലഭിച്ചത്. ഗോവിന്ദൻ നായരും പ്രയാറും UDF സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിരുന്നു. കൊടിമരത്തിന് കാര്യമായ കുഴപ്പമൊന്നുമില്ലാതെയായിരുന്നു മാറ്റിയതെന്ന് തെളിവുകൾ സഹിതം പുറത്തുവന്നതാണ്. 3.2 കോടി രൂപയുടെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നിട്ടും സ്വർണവും പണവും ധാരാളം സംഭാവന വാങ്ങിയതായും കണ്ടെത്തിയിരുന്നു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാജിവാഹനം മാറ്റിയതും അഷ്ടദിക്പാലകരെ മാറ്റിയതുമെല്ലാം ഈ കൊടിമര നിർമ്മാണ സമയത്താണ്. 2014 ജൂണിലെ ദേവപ്രശ്നം പ്രകാരമായിരുന്നു കൊടിമരം മാറ്റാനുള്ള തീരുമാനമെടുത്തത്. അന്ന് MV ഗോവിന്ദൻ നായരായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കൊടിമരം പുതുക്കി പണിതപ്പോഴേക്കും 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതിയാണ് കൊടിമരം സ്ഥാപിച്ചത്. കൊടിമരം മാറ്റിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം UDF നേതൃത്വം നൽകുന്ന ഭരണസമിതികൾക്കായിരുന്നു എന്ന് ചുരുക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക കൊള്ളയും കട്ടിളപ്പടി സ്വർണ്ണക്കൊള്ളയും പുറത്തു വരുമ്പോൾ UDFനെ പ്രതിരോധത്തിലാക്കുന്നതാണ് കൊടിമരം മാറ്റിയതും അതിന് പിന്നിലെ വിവാദങ്ങളും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.